നമസ്കാരം. സമരത്തിനും പ്രതിഷേധത്തിനുമൊന്നും കുറവില്ല. അതേസമയം അവകാശങ്ങൾ സംരക്ഷിക്കാൻ പ്രതിഷേധം ആവശ്യവുമാണ്. പക്ഷേ ഇപ്പോഴും സിസ്റ്റം ICUവിൽ തന്നെ. സംസ്ഥാനത്ത് സർക്കാർ ഡോക്ടർമാർ സമരത്തിലാണ്. ആശുപത്രിയിൽ പ്രസവത്തിനിടയിൽ കുഞ്ഞു മരിച്ച സംഭവത്തിൽ നടപടി എടുത്തിട്ടുണ്ട്. വാർത്തകളേറെയുള്ള ദിവസമാണ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് സർക്കാർ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ അനിശ്ചിതകാല OP ബഹിഷ്കരണത്തിൽ വലഞ്ഞ് ആരോഗ്യമേഖല. നാളെ മുതൽ ശസ്ത്രക്രിയകളും ബഹിഷ്കരിക്കും. ഇപ്പോഴത്തെ സമരം ശരിയല്ലെന്ന മന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് ഇന്ന് രാവിലെ 11 എല്ലാ മെഡിക്കൽ കോളേജുകൾക്ക് മുമ്പിലും ഡ്യൂട്ടി നിർത്തിവെച്ച് പ്രതിഷേധിക്കാൻ ഡോക്ടർമാർ. തിരുവനന്തപുരം നെടുമങ്ങാട് പ്രസവ ശസ്ത്രക്രിയയെ തുടർന്ന് കുഞ്ഞു മരിച്ച സംഭവത്തിൽ തുടരന്വേഷണത്തിന് ആരോഗ്യവകുപ്പ്. ആരോപണ വിധേയയായ ഡോക്ടർ നിർബന്ധിത അവധി. സംഭവം അന്വേഷിക്കാൻ മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം ഇന്നെത്തും. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി. വിധി വരുന്നത് കട്ടിളപ്പാളി ദ്വാരപാലക കേസുകളിലെ ജാമ്യ ഹർജിയിൽ. ജാമ്യം നൽകുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്നും തന്ത്രിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും SIT. ആചാരപരമായ കാര്യങ്ങളിൽ അല്ലാതെ മറ്റൊന്നിലും തന്ത്രി ഇടപെട്ടിട്ടില്ല എന്ന് പ്രതിഭാഗത്തിന്റെ വാദം. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളിൽ പുരോഗതിയെന്ന സൂചന. ക്രിയാത്മക മാർഗനിർദ്ദേശങ്ങളിൽ എത്തിയെന്ന് രണ്ടാം വട്ട ചർച്ചകൾക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി. ആണവ നടപടികൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറല്ലെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി. സംസ്ഥാനത്ത് റമദാൻ വ്രതാരംഭം നാളെ മുതൽ. ശബാൻ 30 പൂർത്തിയാക്കി റമദാൻ 1 നാളെയെന്ന് ഖാസിമാർ. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വ്രതാചരണം തുടങ്ങി. ഇനി ഒരു മാസം വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിന്റെ ദിനങ്ങൾ. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് ഇന്ന് അവസാന ഗ്രൂപ്പ് മത്സരം. എതിരാളികൾ നെതർലാൻഡ്സ്. സൂപ്പർ 8-ൽ സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നിവർക്കൊപ്പം ഇന്ത്യ 1-ാം ഗ്രൂപ്പിൽ. ഇപ്പോഴും ഇവിടുത്തെ സിസ്റ്റം, അതായത് ആരോഗ്യ വകുപ്പിലെ സിസ്റ്റം ICUവിൽ തന്നെയെന്ന് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരം നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിൽ പ്രസവ ശസ്ത്രക്രിയയ്ക്കിടെ കുഞ്ഞ് മരിക്കാൻ ഉണ്ടായ സാഹചര്യത്തിൽ തുടരന്വേഷണവുമായി ആരോഗ്യ വകുപ്പ്. ആരോപണ വിധേയ ഡോക്ടറെ നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാൻ നിർബന്ധിച്ചിട്ടുണ്ട്. ജില്ലാ ആശുപത്രിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്ന ആരോഗ്യ വകുപ്പ് ഡയറക്ടർ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കും. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള സംഘം ഇന്ന് ജില്ലാ ആശുപത്രിയിലെത്തും. കൂടുതൽ വിശദാംശങ്ങളുമായി രജിത് കുമാർ കൂടി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. രജിത്ത്, വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു അനാസ്ഥ എന്ന് പറയാൻ കഴിയുമോ? എങ്കിൽ പോലും അതിൻ്റെ വിശദീകരണം ഡോക്ടർ നൽകിയിട്ടുണ്ട്. എന്താണ് ഈ കുഞ്ഞു മരിക്കാനിടയായ സംഭവത്തിൻ്റെ ഒരു വിശദീകരണം എന്താണ്? ആ വീട്ടുകാർ, കുടുംബം എന്താണ് പറയുന്നത്? ആരോഗ്യവകുപ്പിൻ്റെ നടപടി ഏത് തരത്തിലാണ്? രാജേഷ്, ഇന്നലെ പുലർച്ചെയോടെയാണ് ഈ പാലോട് സ്വദേശിയായ നിരഞ്ജനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. തുടർന്ന് ഇവരെ ലേബർ റൂമിലേക്ക് മാറ്റിയെങ്കിലും ഇന്നലെ ഉച്ചയോടുകൂടി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. അതിനുശേഷം കുട്ടിയെ പുറത്തെടുത്തെങ്കിലും അല്പനേരത്തിന് ശേഷം കുട്ടി മരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ ഡോക്ടർക്കെതിരെയാണ് കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അവർ പറയുന്നത് ചികിത്സാ പിഴവ് തന്നെയാണ്, അല്ലെങ്കിൽ ശസ്ത്രക്രിയയിൽ ഉണ്ടായിട്ടുള്ള പിഴവാണ് കുട്ടിയുടെ മരണത്തിലേക്ക് നയിച്ചത്. കാരണം ഒപ്പം തന്നെ ഈ കുട്ടിയെ പുറത്തെടുക്കുന്നതിൽ താമസം നേരിട്ടു എന്ന കാര്യമാണ് കുടുംബം ആരോപിക്കുന്നത്. ഡോക്ടർക്കെതിരെ കടുത്ത ആരോപണമാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത്തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിനാണ് ഇന്നലെ നെടുമങ്ങാട് ജില്ലാ ആശുപത്രി വേദിയാവുകയും ചെയ്തത്. ഡോക്ടർ ബിന്ദു സുന്ദറിനെതിരെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം ശക്തമായി തന്നെ ഇന്നലെ ആശുപത്രിയിൽ ഉണ്ടായത്. ഉച്ച മുതൽ രാത്രി വരെ നീളുന്ന ഒരു പ്രതിഷേധത്തിനാണ് ഇന്നലെ നെടുമങ്ങാട് ആശുപത്രി വേദിയാവുകയും ചെയ്തത്. കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും നേതൃത്വത്തിലടക്കം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്തിയിരുന്നു. തുടർന്ന് DMOയും ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് എത്തിയാണ് ഇത് സംബന്ധിച്ച് വിശദമായ ഒരു അന്വേഷണം നടത്താമെന്ന് പറഞ്ഞതിനെ തുടർന്നാണ് പ്രതിഷേധം നിർത്തിവെക്കാൻ അവർ തയ്യാറായത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്നലെ പുലർച്ചയോടുകൂടി നിരഞ്ജനയുടെയും അതുപോലെ തന്നെ ബിനിലിൻ്റെയും
പാലക്കാട് സ്വദേശികളാണ്. ഇവരുടെ കുട്ടിയാണ് മരിച്ചത്. നിരഞ്ജനയെ ഇന്നലെ പുലർച്ചയോടുകൂടി ആശുപത്രിയിലെത്തുന്നു. ഉച്ചയോടുകൂടി ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നു. വളരെയേറെ നേരം ലേബർ റൂമിൽ കിടത്തിയതിനു ശേഷമാണ് ഇങ്ങോട്ടേക്ക് മാറ്റുന്നതെന്നാണ് പറയുന്നത്. എന്നാൽ ആരോഗ്യവകുപ്പ് കൃത്യമായി പറയുന്നത് ഇവിടെ എത്തുമ്പോൾ തന്നെ കുട്ടിക്ക് അനക്കമുണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് അവർ പറയുന്നത്. ഒപ്പം തന്നെ അടിയന്തര ശസ്ത്രക്രിയയിലൂടെ കുട്ടിയെ പുറത്തേക്ക് എടുക്കുകയായിരുന്നു. അത് കുടുംബവും പറയുന്നുണ്ട്. ലേബർ റൂമിലേക്ക് കൊണ്ടുപോകുമ്പോൾ പോലും പെയിൻ ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് കുടുംബവും പറയുന്നത്. ഇത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം ഇന്ന് നെടുമങ്ങാട് ആശുപത്രിയിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ബിന്ദു സുന്ദർ എന്ന് പറയുന്ന ഡോക്ടർക്കെതിരെ നേരത്തെയും ഈ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള പരാതികൾ 2ഓളം പരാതികൾ നേരത്തെയും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരോട് നിർബന്ധിത അവധിയിൽ പ്രവേശിക്കാനാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഡോക്ടറെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചുകൊണ്ട് ഇത് സംബന്ധിച്ചൊരു വിശദമായ അന്വേഷണത്തിലേക്കാണ് ഡോക്ടർ പോകുന്നത്. പ്രാഥമിക വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ കുട്ടിക്ക് അനക്കമുണ്ടായിരുന്നില്ല എന്നാണ് ആരോഗ്യവകുപ്പ് തന്നെ വ്യക്തമാക്കുന്നത്. എന്തുതന്നെയായാലും കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘം ആശുപത്രിയിലെത്തി ഇന്ന് ആശുപത്രിയിലെത്തി ഇത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തുന്നത്. അതിനുശേഷം ലഭിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ആരോഗ്യവകുപ്പ് ഡയറക്ടർ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തുതന്നെയായാലും ഈ ഡോക്ടർക്കെതിരെ 2ഓളം പരാതികൾ ഇതിനു മുമ്പ് 2 പരാതികൾ നിലനിൽക്കുന്നതിനാൽ തന്നെ ഇവരോട് നിർബന്ധിത അവധിയിൽ പ്രവേശിച്ചുകൊണ്ട് ഈ അന്വേഷണത്തിന് ശേഷം റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം നടപടിയിലേക്ക് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ തന്നെ വ്യക്തമാക്കുന്നത് ഈ ഡോക്ടർ തിരികെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നതിനുള്ളൊരു സാഹചര്യം ഉണ്ടാകില്ല എന്ന ഉറപ്പ് ഇന്നലെ പ്രതിഷേധക്കാർക്ക് നൽകിയതിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിക്കാൻ നാട്ടുകാരും ഒപ്പം തന്നെ കുടുംബവും തയ്യാറായിരിക്കുന്നത്. രജിത്ത്, മറ്റൊരു പ്രധാന വിഷയം, വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ നടത്തുന്ന അനിശ്ചിതകാല OP ബഹിഷ്കരണ സമരം 3ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. നാളെ മുതൽ അടിയന്തര പ്രാധാന്യമില്ലാത്ത ശസ്ത്രക്രിയകൾ നിർത്തിവെക്കാനാണല്ലോ അവരുടെ തീരുമാനം. OPക്ക് പുറമെ അധ്യാപകർ ക്ലാസ്സുകളും ബഹിഷ്കരിക്കുന്നുണ്ട്. അത്യാഹിത വിഭാഗത്തെ സമരത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട്. ഈ സമരം ഇങ്ങനെ തുടരുമ്പോഴും എന്തുകൊണ്ട് സർക്കാർ ഒരു സമവായത്തിന് ശ്രമിക്കുന്നില്ല? സമരം ശരിയല്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത്. മന്ത്രിയുടെ ഈ ഒരു പ്രസ്താവനയ്ക്കെതിരെയാണ് ഇപ്പോൾ സമരം ശക്തമാക്കുന്നത്. ഇന്നും സമരം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഇതിപ്പം 3ാം ദിവസത്തിലേക്ക് സമരം നീളുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്താനാണ്. ഇന്നലെ 2 ദിവസമായി ഇവർ തുടരുന്ന സമരത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഓപ്പറേഷൻ അടക്കമുള്ള മറ്റ് ചികിത്സകൾ പ്രധാനപ്പെട്ട ഓപ്പറേഷനുകൾ അടക്കമുള്ളവ മാറ്റിവെക്കുമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചുള്ളത്. എന്നാൽ അത്തരത്തിലുള്ള രോഗികളാണ് ഏറ്റവും കൂടുതലായി ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത് എന്നതാണ്. PG ഡോക്ടർമാർ സമരത്തിലേക്ക് പ്രവേശിക്കാത്ത ഒരു സാഹചര്യത്തിൽ ഈ OP ഒക്കെ നടക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ഒരു പ്രധാനപ്പെട്ട മറ്റ് ഓപ്പറേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരു പക്ഷേ കൂടുതൽ പ്രശ്നത്തിലേക്ക് വരും ദിവസങ്ങളിൽ നീളാനുള്ളൊരു സാഹചര്യമുണ്ട്. ഒപ്പം തന്നെ ഈ ഡോക്ടർമാരെ അധ്യാപകരായിട്ടുള്ള ഡോക്ടർമാരും അവർ അധ്യാപനത്തിൽ നിന്ന് തന്നെ വിട്ടു നിന്നുകൊണ്ടുള്ളൊരു കർശനമായ സമരത്തിലേക്ക് അവർ നീങ്ങുകയാണ്. മന്ത്രിയുടെ പ്രസ്താവനയെ തുടർന്ന് കർശന പ്രതിഷേധമാണ് ഈ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത്. അവർ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീണ്ടും മെഡിക്കൽ കോളേജുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രതിഷേധവുമായി രംഗത്തേക്ക് എത്താനാണ് തയ്യാറെടുക്കുന്നത്. യെസ്, രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്. സർക്കാർ ഡോക്ടർമാർ സമരത്തിലാണ്, ഒരു ജാഗ്രത വേണം. എന്തായാലും OP ബഹിഷ്കരിച്ചുള്ള സമരം ഉണ്ടാകില്ല. അടിയന്തര അത്യാവശ്യ ഘട്ടങ്ങളിൽ ഡോക്ടർമാർ സഹകരിക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. സർക്കാർ ഒരു ചർച്ചയ്ക്കും ഇതുവരേക്കും മുന്നിട്ടിറങ്ങിയിട്ടുമില്ല. മറ്റു വാർത്തയിലേക്ക്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് സമർപ്പിച്ച ജാമ്യഹർജിയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ മറ്റൊന്നിലും തന്ത്രി ഇടപെട്ടിട്ടില്ല എന്നാണ് പ്രതിഭാഗത്തിൻ്റെ വാദം. അതേസമയം SIT റിപ്പോർട്ട് മുൻനിർത്തി പ്രോസിക്യൂഷൻ ജാമ്യഹർജിയിൽ എതിർവാദം ഉന്നയിച്ചിരുന്നു. ജാമ്യഹർജി തള്ളിയാൽ ഹൈക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിൻ്റെ നീക്കം. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി സുധീഷ് കൊല്ലത്തുനിന്ന് ചേരുന്നുണ്ട്. സുധീഷ്, കണ്ഠരര് അല്ലെങ്കിൽ തന്ത്രിയുടെ സമീപനത്തിൽ ചെറിയ സംശയങ്ങൾ SITക്ക് ഉണ്ടായിട്ടുണ്ട്. അനധികൃതമായ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ട് എന്നൊരു സംശയം SIT ഉന്നയിക്കുന്നുണ്ടല്ലോ. വിശദാംശങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും SIT ഇതുമായി ബന്ധപ്പെട്ട കണ്ടെത്തലുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരാക്കിയിരുന്നു. പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട ചില ഒരു പ്രധാന രേഖകൾ കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത് തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചിട്ടാണ്. തന്ത്രിക്കും തന്ത്രിയുടെ ഭാര്യയ്ക്കും ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ ചില സ്വകാര്യ ബാങ്കുകളിൽ ഉണ്ട് എന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ SIT നടത്തിയിരുന്നു. ഈ കണ്ടെത്തലുകളുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളും മറ്റുമൊക്കെ തന്നെ പ്രോസിക്യൂഷൻ ഈ ജാമ്യ ഹർജി പരിഗണിച്ച സമയത്ത് കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരുന്നു. ഒപ്പം
തന്നെ ഈ കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ചില രേഖകളും ഈ അന്വേഷണ സംഘം കോടതിക്ക് മുന്നാകെ ഹാജരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ജാമ്യ ഹർജി നൽകരുത് എന്ന തരത്തിലുള്ള ഒരു വാദമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഈ കേസിൽ ഉന്നയിക്കുന്നത്. ഏതായാലും തന്ത്രിക്ക് കട്ടിളപ്പാള് കേസിലും ദ്വാരപാലക കേസിലും 2 കേസുകളിലും പ്രതിയായിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ 2 കേസുകളിലെയും ജാമ്യ ഹർജി ഒരുമിച്ചാണ് കോടതി ഇന്ന് വിധി പറയാനായി മാറ്റിവെച്ചിട്ടുള്ളത്. ഇത്തരത്തിൽ തന്ത്രിക്ക് മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ കൂടി SIT കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയ സാഹചര്യത്തിൽ ഇന്ന് ജാമ്യ ഹർജി നൽകുന്ന കാര്യത്തിൽ കോടതി ചില നിർണായക നീക്കങ്ങളിലേക്ക് നടക്കുമെന്നുകൂടി അറിയുന്നുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ തന്നെ ഇത്തരത്തിൽ കേസുമായി ബന്ധപ്പെട്ട പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം ഒഴിച്ചാൽ അതിനു മുൻപ് ജാമ്യ ഹർജി നൽകിയപ്പോഴൊക്കെ തന്നെ പ്രതികളുടെ ജാമ്യ ഹർജി കോടതി തള്ളിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ തന്ത്രിയുടെ കാര്യത്തിലും ചില തടസ്സങ്ങളും സംശയങ്ങളും ഒക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു ജാമ്യ ഹർജിയിൽ പരിഗണിക്കുക അല്ലെങ്കിൽ തള്ളുന്നതിനുള്ള സാധ്യത കൂടിയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഏതായാലും തന്ത്രിക്ക് ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നടത്തിയിട്ടുണ്ട് എന്ന തരത്തിലുള്ള ചില രേഖകളും SIT കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഈ രേഖകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചിട്ടുള്ള അന്വേഷണം കൂടി ഈ ഘട്ടത്തിൽ SIT മുന്നോട്ട് വെക്കുന്നുണ്ട്. അത്തരത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ തന്ത്രിക്ക് ജാമ്യം അനുവദിച്ചു കഴിഞ്ഞാൽ അത് കേസിൻ്റെ അന്വേഷണത്തെ സാരമായി ബാധിക്കും എന്ന തരത്തിലുള്ള ചില വാദങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും ഉന്നയിക്കുന്നത്. എന്നാൽ പ്രതിഭാഗം ഇതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട്, അതായത് ഈ കേസിൽ തന്ത്രിക്ക് ഈ താന്ത്രിക വിധി പ്രകാരം ആചാരപരമായ കാര്യങ്ങളിൽ അല്ലാതെ മറ്റ് ഇടപാടുകളിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണപരമായ കാര്യങ്ങളിൽ ഒന്നും തന്നെ തന്ത്രിക്ക് ബന്ധമില്ല, അല്ലെങ്കിൽ ഇക്കാര്യങ്ങളിലൊന്നും തന്നെ തന്ത്രി ബന്ധപ്പെട്ടിട്ടില്ല, ഇതുമായി ബന്ധപ്പെട്ട ഒരു നീക്കങ്ങളും നടത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള വാദമാണ് പ്രതിഭാഗം മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പ്രതിഭാഗവും പ്രോസിക്യൂഷനും ഇക്കാര്യങ്ങളിൽ എടുത്ത നിലപാടുകളൊക്കെ തന്നെ വിശദമായ വാദങ്ങൾ പൂർത്തിയാക്കിയ ശേഷമാണ് കൊല്ലം വിജിലൻസ് കോടതി ഈ കേസിൽ വിധി പറയുക. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് നടപടിക്രമങ്ങൾ ഒക്കെ തന്നെ പൂർത്തിയായി വരുന്ന സാഹചര്യത്തിൽ കൂടി പ്രതിക്ക് ജാമ്യം അല്ലെങ്കിൽ തന്ത്രിക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശം പ്രോസിക്യൂഷൻ മുന്നോട്ട് വയ്ക്കുമ്പോൾ പ്രതിഭാഗം ഇതിനെ എതിർത്തുകൊണ്ട് തന്ത്രിക്ക് ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ചില നീക്കുപോക്കുകൾ നടത്താൻ കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആചാരപരമായ കാര്യങ്ങളിൽ മാത്രമാണ് ഇടപാടുള്ളത് എന്ന തരത്തിലുള്ള ഒരു വാദമാണ് മുന്നോട്ട് വെക്കുന്നത്. ഏതായാലും തന്ത്രിയുടെ പേരിൽ 2,05,00,000 രൂപയും ഭാര്യയുടെ പേരിൽ 62 ലക്ഷം രൂപയും ഒരു സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ അത് സാമ്പത്തിക ഇടപാടുണ്ട് എന്ന തരത്തിലുള്ള ഒരു വാദം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ SIT കോടതിക്ക് മുൻപാകെ ഹാജരാക്കിയിട്ടുണ്ട്. ഇതുകൂടി പരിഗണിച്ചു, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും ഇന്ന് നടക്കുന്ന ജാമ്യ ഹർജിയിൽ ഏതായാലും കൊല്ലം വിജിലൻസ് കോടതി വിധി പറയുക. ഒപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തന്ത്രി ആവർത്തിക്കുമ്പോഴും 2004 മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം വ്യക്തമാക്കുന്ന തരത്തിലുള്ള ചില നിർണായക രേഖകളും കോടതിക്ക് മുന്നാകെ ഈ പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിനെ ഈ കണ്ടെത്തലുകളൊക്കെ മുൻനിർത്തിക്കൊണ്ടായിരിക്കും ഏതായാലും തന്ത്രിക്ക് ജാമ്യം നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കൊല്ലം വിജിലൻസ് കോടതി ഇന്ന് വിധി പറയുക. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവര് സമർപ്പിച്ച ജാമ്യ ഹർജിയിൽ ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. സുധീഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ശബരിമല കേസ് അന്വേഷണത്തിൽ SITക്കെതിരെ ദുഷ്പ്രചരണങ്ങൾ ഉണ്ടായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് SIT പ്രവർത്തിക്കുന്നതെന്നാണ് പ്രചരിപ്പിക്കുന്നത്. എന്നാൽ ഹൈക്കോടതിയുടെ വിധി കുപ്രചരണം നടത്തിയവർക്കുള്ള മുഖമടച്ച് അടി കിട്ടുന്നത് പോലെയായെന്നും പിണറായി വിജയൻ പറഞ്ഞു. പോലീസിൻ്റെ നിയമത്തിനും ചട്ടത്തിനും വിപരീതമായ ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്നും സർക്കാരിൽ നിന്നോ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നോ ഒരു പരിരക്ഷയും ലഭിക്കുകയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പലതരത്തിലുള്ള കുറ്റവും ചെയ്ത് ആ കുറ്റത്തിൻ്റെ തീവ്രത അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലതരത്തിലുള്ള ബന്ധങ്ങൾ, അവരുടെ ചില പ്രത്യേക സ്വാധീനങ്ങൾ, പ്രത്യേകമായ ചില ശക്തികൾ അവരുടെ പിന്നിലുണ്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ എത്തിക്കൽ, ഇതെല്ലാം ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ അങ്ങനെയുള്ള ഒരു കുറ്റവാളിക്ക് ആ കുറ്റവാളിയുടെ പേരിൽ നടപടി സ്വീകരിക്കുന്നതിന് പോലീസിനൊരു വിഷമവുമില്ല. കുറ്റം ചെയ്തിട്ടുണ്ടോ അത് മാത്രമേ നോക്കൂ. ആ കുറ്റം ചെയ്തവർ എത്ര ഉന്നതരായാലും അവർക്ക് ഏതെല്ലാം തരത്തിലുള്ള പരിരക്ഷയുണ്ട് എന്ന് അവർ ധരിച്ചു വെച്ചാലും പോലീസ് കൃത്യമായി കാര്യങ്ങൾ നിർവഹിക്കുന്നത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. ഇപ്പോൾ വലിയ തോതിൽ
കുറ്റവാളികൾക്കെതിരെയുള്ള നടപടികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഗുണ്ടാ സംഘം പലയിടത്തും പല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പ്രതികരണമാണ് കേട്ടത്. എന്തായാലും SITക്കെതിരെ പ്രതിപക്ഷം ഉൾപ്പെടെ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിലായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് മറുപടി നൽകിയിരിക്കുന്നത്. മറ്റു വാർത്തയിലേക്ക്. തീപിടുത്തമുണ്ടായ കോഴിക്കോട് പാളയത്തിലെ ജയലക്ഷ്മി സിൽക്സിൽ ജില്ലാ ഫയർ ഓഫീസർ പരിശോധന നടത്തി. റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കും. സ്ഥാപനത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കും. ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധനയും ഉണ്ടാകും. ഗോഡൌണിൽ നിന്നും തീ പടർന്നു എന്നാണ് പ്രാഥമിക വിവരം. കോടികളുടെ നഷ്ടമുണ്ടായെന്നാണ് സൂചന. കൂടുതൽ വിശദാംശങ്ങളുമായി ലക്ഷ്മി ചേരുന്നുണ്ട്. ലക്ഷ്മി, ഇത് ഗോഡൌണിൽ നിന്നാണ് തീ പടർന്നതെന്നാണല്ലോ പ്രാഥമികമായ വിലയിരുത്തൽ. എന്താണ് ഇനി അന്വേഷണ ഉദ്യോഗസ്ഥർ ഇക്കാര്യത്തിൽ പറയുന്നത്? എത്ര കോടിയുടെ നഷ്ടമുണ്ടായിട്ടുണ്ടെന്നാണ് പ്രാഥമിക വിലയിരുത്തലും? രാജേഷ്, ഇന്നലെ വൈകുന്നേരത്തോടെയാണ് ജയലക്ഷ്മി സിൽസിൽ തീപിടുത്തം ഉണ്ടായത്. അത് ഗോഡൌണിൽ നിന്നാണ് തീ പടർന്നത് എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. ഏതായാലും നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വലിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. 2, 3, 4 നിലകളിലായിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. വൈകുന്നേരം 6 മണിയോട് കൂടിയിട്ടാണ് തീപിടുത്തം ഉണ്ടായെങ്കിൽ കൂടി ഒരു 1 മണിയോടെയാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. വെഡ്ഡിംഗ് സെക്ഷൻ പ്രവർത്തിച്ചിരുന്ന ഭാഗത്തായിട്ടാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് ഇന്നലെ ഉണ്ടായത്. ഏതായാലും അതായത് ചില്ലുകൂടിൽ ഉള്ള രീതിയിലായിരുന്നു ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടത്തിൻ്റെ കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ചട്ട കൊണ്ട് മറച്ച രീതിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം തന്നെയാണ് തീ അണയ്ക്കുന്നത് വൈകാനുള്ള പ്രധാന കാരണം. ഏതായാലും ഇന്ന് ജയലക്ഷ്മി സിൽസിൽ ജില്ലാ ഫയർ ഓഫീസറുടെ പരിശോധന നടത്തി അവർ റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിക്കുമെന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഏതായാലും ഈ സ്ഥാപനത്തിൻ്റെ CCTV ദൃശ്യങ്ങളും ഇന്ന് പരിശോധിക്കും. എന്താണ്, അതായത് ഗോഡൌണിൽ നിന്ന് തന്നെയാണോ അതോ മറ്റെവിടെയിൽ നിന്നുമാണോ ഇത്തരത്തിൽ തീ പടരാനുള്ള കാരണം എന്നടക്കം പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പരിശോധിക്കുക. അതുപോലെ തന്നെ ഇലക്ട്രിക് ഇൻസ്പെക്ടറേറ്റിൻ്റെ പരിശോധനയുണ്ട്. എവിടെയാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത് എന്നുള്ള രീതിയിലടക്കം ഇന്ന് പരിശോധന നടത്തും. അതിനുശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള രീതിയിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് എന്നുള്ള കാര്യം നമുക്ക് പറയാൻ കഴിയുള്ളൂ. ഏതായാലും ഈ ഒരു സംഭവം ഉണ്ടായ ഉടൻ തന്നെ 156 സ്റ്റാഫുകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ ഉടൻ തന്നെ പുറത്തേക്ക് എത്തിച്ച് മറ്റുള്ള കാര്യങ്ങൾ, അതായത് ഈ സ്റ്റാഫുകൾ 3 പേർക്ക് ഈ ഒരു പുക ശ്വസിച്ചുകൊണ്ട് ദേഹാശ്വാസം അനുഭവപ്പെട്ടിരുന്നു. അവർ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏതായാലും കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വിവരം ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് എത്ര കോടികളുടെ നഷ്ടമാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ല. വലിയ രീതിയിലുള്ള തീപിടുത്തം തന്നെയാണ് ഉണ്ടായത്. അതേസമയം കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള അത്യാധുനിക സംവിധാനം, അതായത് ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തിയിരുന്നു. ഓസ്ട്രിയൻ പാന്തർ എന്ന് പറയുന്ന ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തിയിരുന്നു. അതിനുശേഷമാണ് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. ഏതായാലും 13 യൂണിറ്റുകളാണ് ഇന്നലെ സ്ഥലത്തെത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം ഈ റോഡിൻ്റെ, അതായത് ഈ ചെറിയ റോഡാണ്, അതുകൊണ്ട് തന്നെ ഫയർ യൂണിറ്റുകൾക്ക് ഇവിടെ നിന്ന് വെള്ളം അടിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഈ കാര്യങ്ങളെല്ലാം ഇതിനൊരു തടസ്സമായി നേരിട്ടിരുന്നു. ഏതായാലും 2, 3, 4 നിലകളിലായിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. അതിൻ്റെ മറ്റൊരു ഭാഗത്ത് അണയ്ക്കുകയാണെങ്കിൽ മറ്റൊരു ഭാഗത്തേക്ക് വീണ്ടും തീ പടർന്ന സാഹചര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ കാണാം. ചില്ല് വെച്ച രീതിയിലാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ വെള്ളം ഉള്ളിലേക്ക് എത്തിക്കാനുള്ള ഒരു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അവിടെ വെള്ളം അടിക്കുന്ന ഒരു സാഹചര്യം കൂടി നമുക്ക് ദൃശ്യങ്ങൾ തന്നെ അത് വ്യക്തമാണ്. ഏതായാലും ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉള്ളിലേക്ക് വെള്ളം അടിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നതുകൊണ്ടുകൂടി തന്നെ ചില്ല് ഉടയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ ഉടച്ചതിന് ശേഷമാണ് ഉള്ളിലേക്ക് കൂടുതൽ വെള്ളം എത്തിക്കാൻ കഴിഞ്ഞത്. അതേസമയം ഈ ഇരുമ്പ് കട്ടകൾ, അതായത് ഈ കൺസ്ട്രക്ഷൻ നടത്തിയതിൻ്റെ ഇരുമ്പ് കട്ടകൾ മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ തീ കുറച്ചൊന്ന് അണയ്ക്കാൻ സാധിച്ച സമയത്ത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ നിന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും മണിക്കൂറുകൾ, അതായത് 6 മണിക്ക് തുടങ്ങിയ തീ 6 മണിക്കാണ് ഉണ്ടായത്. എന്നാൽ 1 മണിയോട് അത്രയും സമയം, മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിലൊടുവിലാണ് ഫയർഫോഴ്സ് യൂണിറ്റിന് തീ അണയ്ക്കാൻ കഴിഞ്ഞത്. ഏതായാലും ഒരു ഭാഗത്ത് അണയ്ക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് വീണ്ടും തീപിടുത്തം ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതായത് വെഡ്ഡിംഗ് സെക്ഷനാണ്, സിൽക്കാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ രീതിയിലുള്ള ഒരു ഫയർ ഇവിടെ ഉണ്ടായത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഇതേ സ്ഥലത്ത്, ഇതേ ജയലക്ഷ്മി സിൽസിൽ തീപിടുത്തം ഉണ്ടായിരുന്നു. അന്ന് ചെറിയ രീതിയിലുള്ള തീപിടുത്തമാണ് ഉണ്ടായത്. എന്നാൽ ഇന്ന് 2, 3, 4 നിലകളിലേക്ക് ഈ തീ പടരുന്ന സാഹചര്യമുണ്ട്. തീപിടുത്തമുണ്ടായ കോഴിക്കോട് പാളയത്തെ ജയലക്ഷ്മി സിൽസിൽ ജില്ലാ ഫയർ ഓഫീസർ പരിശോധന നടത്തി. സംസ്ഥാനത്ത് റമദാൻ
വ്രതാരംഭം നാളെ മുതൽ. ശബാൻ 30 ഇന്ന് പൂർത്തിയാക്കി നാളെ വ്രതം ആരംഭിക്കും. കേരളത്തിൽ എവിടെയും മാസപ്പിറവി കാണാത്തതിനാൽ കാസിമാർ സംയുക്തമായി തീരുമാനമെടുക്കുകയായിരുന്നു. മാസപ്പിറ കാണുന്നതിനായി കോഴിക്കോട്, കടലുണ്ടി, പൊന്നാനി, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ വിപുലമായ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു. നാളെ മുതൽ വിശ്വാസികൾ വ്രത പുണ്യത്തിലേക്ക് കടക്കും. സൗദി അറേബ്യയിൽ മാസപ്പിറവി കണ്ടു. ഒമാൻ ഒഴികെയുള്ള ഗൾഫ് രാജ്യങ്ങളിൽ വ്രതാരംഭം തുടങ്ങി. ഒമാനിൽ വ്യാഴാഴ്ചയാണ് റമദാൻ വ്രതാരംഭം. വിശ്വാസികളെ സ്വീകരിക്കുവാനുള്ള ഒരുക്കങ്ങൾ പള്ളികളിൽ പൂർത്തിയായി കഴിഞ്ഞു. ഇഫ്താറിനായുള്ള സൗകര്യവും പള്ളികളിൽ ഒരുക്കിയിട്ടുണ്ട്. റമദാൻ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും ആത്മീയ പ്രഭാഷണങ്ങളും പള്ളികളിൽ നടക്കും. പ്രവാസി കൂട്ടായ്മകൾ അടക്കം വിവിധ സംഘടനകൾ ഇഫ്താർ വിരുന്നുകൾ ഒരുക്കും. ഇനി ഒരു മാസക്കാലം മുസ്ലിം വിശ്വാസികൾക്ക് ആത്മസമർപ്പണത്തിൻ്റെ ദിനങ്ങളാണ്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 2 പേർ മരിച്ച സംഭവത്തിൽ ഹോട്ടലിൽ നിന്നും ശേഖരിച്ച ഭക്ഷണ സാമ്പിളുകളുടെ പരിശോധനാ ഫലം ഇന്ന് ലഭിക്കും. സംഭവത്തിൽ ഭക്ഷ്യവിഷബാധ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. മരിച്ച റഷീദ ബീവിയുടെയും മരുമകൻ ഷാജഹാൻ്റെയും പത്തോളജി ഫലം വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകൂ. അതേസമയം ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 2 പേരെ കൂടി അസ്വസ്ഥതകൾ പ്രകടിപ്പിച്ചതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമല്ല. ഡൽഹിയിൽ നടക്കുന്ന AI ഇമ്പാക്റ്റ് ഉച്ചകോടിയുടെ ഭാഗമായി ലോക നേതാക്കൾക്ക് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അത്താഴ വിരുന്ന് നൽകും. ദുബായ് കിരീടാവകാശി ഉൾപ്പെടെ വിരുന്നിനെത്തും. പ്ലീനറി സെഷൻ നാളെ നടക്കും. ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ ഗതാഗത നിയന്ത്രണം കടുപ്പിച്ചു. നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. മധുര റോഡ്, അക്ബർ റോഡ്, ജൻപത്, ശാന്തിപത് തുടങ്ങിയ പ്രധാന പാതകളിലെല്ലാം ഗതാഗതം പലപ്പോഴായി ഭാഗികമായി തടസ്സപ്പെട്ടിട്ടുണ്ട്. ഉച്ചകോടി നടക്കുന്ന പ്രഗതി മൈതാനത്തിന് സമീപമുള്ള റോഡുകളിൽ കർശന നിയന്ത്രണമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇറാൻ അമേരിക്ക ആണവ ചർച്ചകളിൽ പുരോഗതിയെന്ന സൂചന. ഇരു രാജ്യങ്ങളും അന്തിമ കരാറിലേക്ക് നീങ്ങുന്നതായിട്ടാണ് റിപ്പോർട്ട്. കരാറിൻ്റെ പൊതുതത്വങ്ങളിൽ ധാരണ ആയതായും സൂചനയുണ്ട്. ക്രിയാത്മക മാർഗനിർദ്ദേശ തത്വങ്ങളിൽ എത്തിയെന്ന് 2ാം വട്ട ചർച്ചകൾക്ക് ശേഷം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചി അറിയിച്ചു. അതേസമയം ആണവ നടപടികൾ പൂർണ്ണമായി ഉപേക്ഷിക്കാൻ തയ്യാറല്ല എന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രയേൽ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ലെന്നും ഇറാൻ വ്യക്തമാക്കി. പലതരത്തിലുള്ള തട്ടിപ്പുണ്ട്. ഇതിനെതിരെയൊക്കെ നിയമത്തിൻ്റെ വഴിയെ പോകേണ്ട ഒരു സാഹചര്യമാണുള്ളത്. എല്ലാവരും തട്ടിപ്പുകാരെന്നല്ല അതിനർത്ഥം. ഒരു റിപ്പോർട്ട് നമുക്ക് കാണാം. 11,21,000 രൂപ അടച്ച് ഷോറൂമിൽ ബുക്ക് ചെയ്ത കാർ ലഭിക്കാത്ത പ്രവാസി യുവാവിന് നഷ്ടപരിഹാരമായി 29 ലക്ഷം രൂപ നൽകാൻ കാസർഗോഡ് ഉപഭോക്തൃ കോടതിയുടെ വിധി. 9 വർഷത്തെ നിയമപോരാട്ടം നടത്തിയത് വിശദമാക്കുകയാണ് കാസർഗോഡ് തച്ചങ്കട്ടെ ഹംസ കുന്നിൽ. 2016 പണമടച്ച് ബുക്ക് ചെയ്ത ബ്രിസ കാർ വീട്ടിലെത്തിയില്ല. കാസർഗോഡ് നിന്നും അനൂപ് നീലേശ്വരം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. 2016 ഇറങ്ങിയ പുതുപുത്തൻ കാറിന് ബുക്കിംഗ് ചെയ്ത് മുഴുവൻ തുകയും നൽകിയിട്ടും കാറ് വീട്ടിലെത്താത്തതിൻ്റെ കഥ കാസർഗോഡ് തച്ചങ്ങാട്ടെ ഹംസ കുന്നിൽ പറയും. അദ്ദേഹം 11 ലക്ഷം രൂപയാണ് അല്ലേ? 11,21,000 രൂപ വാഹനം ബുക്കിങ്ങിനായി അടച്ചിട്ടും അതിൻ്റെ അധികൃതർക്ക് നൽകിയിട്ടും വീട്ടിലേക്ക് വാഹനം എത്താത്തതിനെ തുടർന്ന് വർഷങ്ങളായി നടത്തിയ നിയമ പോരാട്ടത്തിനൊടുവിൽ കാസർഗോഡ് ഉപഭോക്തൃ കോടതി ഇദ്ദേഹത്തിന് നഷ്ടപരിഹാരമായി 29 ലക്ഷം രൂപ നൽകാൻ വിധിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്കറിയാം. എന്താണ് കാർ ബുക്കിംഗ് നടത്തിയ ശേഷം സംഭവിച്ചത്? 2014 ഡിസംബറിൽ കാർ ബുക്ക് ചെയ്ത് അത് കഴിഞ്ഞ് എനിക്ക് 21 ദിവസത്തേക്ക് വണ്ടി തരാമെന്നാണ് അവരെ ഇതുണ്ടായിരുന്നത്. ഏത് കാറിനാണ് ബുക്ക് ചെയ്തത്? ബ്രസ, മാരുതി ബ്രസ. അത് കഴിഞ്ഞ് ഞാൻ എന്താ വെച്ചാൽ 21 ദിവസം കഴിഞ്ഞ് പിന്നെയും വണ്ടി കിട്ടാത്തപ്പോൾ ഞാൻ തിരിച്ച് ഗൾഫിലോട്ട് പോയി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഏകദേശം 1 മാസം കഴിഞ്ഞ ശേഷം എനിക്ക് അവർ വിളിച്ചു പറഞ്ഞു, വണ്ടി നിങ്ങളെ ലോഞ്ച് ആയിട്ടുണ്ട്, നിങ്ങൾ വന്ന് അതിൻ്റെ പേയ്മെൻറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം തന്നെ ഇങ്ങോട്ട് വന്നിട്ടായിട്ട് ഞാൻ കാനറ ബാങ്കിൽ പോയി ലോണൊക്കെ റെഡിയാക്കി അന്ന് തന്നെ അവർക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് ഫുൾ എമൗണ്ട് 11,21,000 രൂപയും അങ്ങനെ ഫുള്ളായിട്ട് ചെയ്ത് കൊടുത്ത്. ബാങ്ക് കൊടുത്തത് 10 ബാക്കി ഇങ്ങനെ ക്യാഷും കൊടുത്ത് അതിൽ ക്ലിയർ ചെയ്ത്. എവിടെയാണ് ബുക്കിംഗ് നടത്തിയത്? കാഞ്ഞങ്ങാട് പോപ്പുലറിന്. എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് അവർ ബുക്കിംഗ് എടുത്തത്. ബേക്കൽ അദ്ദാ നഗറിൽ നമ്മളെ വീട്ടിൽ വന്നിട്ട് ബുക്കിംഗ് എടുത്തതാണ്. എന്നിട്ട് ഇതും കഴിഞ്ഞ് ഞാൻ പിന്നെയും കുറേ നാൾ കാത്തു നിന്ന് വെയിറ്റ് ചെയ്ത് അന്ന് എന്നെ ഒരു ദിവസം പറഞ്ഞ് എൻ്റെ വണ്ടി കോഴിക്കോട് നിന്ന് ഇൻറ്റീരിയർ ചെയ്യുന്നുണ്ട്, വൈകുന്നേരം 5 മണിയാകുമ്പോഴത്തേക്ക് എത്തും. അപ്പോൾ ഞാനാണെങ്കിൽ അന്ന് ഇവിടെ കുറച്ച് ബിസി ആയിരുന്നു, പള്ളിയിൽ പരിപാടി നടക്കുന്നുണ്ട്. എന്നിട്ട് ഞാൻ പിറ്റേ ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞില്ല, വണ്ടി എത്തിയില്ല. 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പോയി ഷോറൂമിൽ. എന്നോട് പോയപ്പം പറഞ്ഞ് ഇതൊരു വണ്ടി ആക്സിഡൻ്റ് ആയിപ്പോയി, വരുന്ന വണ്ടി
അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ TP എടുത്ത വണ്ടി നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ എന്നോട് ചോദിക്കണ്ടേ, എൻ്റെ അനുവാദമില്ല നിങ്ങൾ എങ്ങനെയാണ് TP എടുത്ത വണ്ടി ക്യാൻസൽ ചെയ്ത്? അത് ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ഓൺ റിസ്ക്കിലാണ് കൊണ്ടുവന്നത്. നമ്മൾ അതെങ്ങനെ ഇത്രയും ഒരു പോപ്പുലർ കമ്പനി ഓൺ റിസ്ക്കിൽ വണ്ടി കൊണ്ടുവരിക? അതന്നെ നിങ്ങൾ പറയുന്നതിന് റോങ് അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ നഷ്ടപരിഹാരം തരണം, ഞാനിപ്പോൾ എളുപ്പം ഇതിനായിട്ട് വന്നതാണ്, നിങ്ങൾ വിളിച്ച് വന്നതാണ്, അപ്പോൾ എനിക്ക് അതിൻ്റെ നഷ്ടപരിഹാരം തരണം. അവർ പറഞ്ഞു എനിക്ക് ഇല്ല, നിങ്ങൾക്ക് 2% ഞാൻ ഇൻട്രസ്റ്റ് തരാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇൻട്രസ്റ്റ് പണിയെടുക്കാൻ വന്നതന്നല്ലേ ഞാൻ. അപ്പോൾ എനിക്കെന്താണെങ്കിൽ ഞാൻ നിയമപരമായിട്ട് പോരാടാം, ഞാൻ ഉപഭോക്തൃ കോടതി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കേസ് കൊടുത്ത്, അങ്ങനെ കാസർഗോഡ് ഉപഭോക്തൃ കോടതി കൊടുത്ത്, നമ്മളെ ശുക്കൂർ വക്കീലായിരുന്നു, ഉപഭോക്തൃ കോടതി കൊടുത്ത് എനിക്ക് വിധിയായി. അത് വിധി വന്ന് എന്ന് വെച്ചെങ്കിൽ ഈ ഫുൾ എമൗണ്ട് എനിക്ക് തരാനും അതുവരെയുള്ള ബാങ്കിൻ്റെ ഇൻട്രസ്റ്റും എനിക്ക് നഷ്ടപരിഹാരമായിട്ട് 3 ലക്ഷം ഇന്ത്യൻ റുപ്പീസും ഇതെല്ലാം തരാൻ വിധിയായി. അപ്പോൾ അവർ ഈ അപ്പീൽ കോടതിക്ക് പോയി, തിരുവനന്തപുരം അപ്പീൽ കോടതി പോയി. 5 വർഷം കഴിഞ്ഞ് പിന്നെയും ഈ വിധി വരുമ്പോൾ തന്നെ ഏകദേശം 4 വർഷം കഴിഞ്ഞു. 5 വർഷം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനിപ്പോൾ 2 പ്രാവശ്യം തിരുവനന്തപുരം കോടതിക്ക് കയറി. എൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, എന്നാലും ഞാൻ വന്നിട്ട് ഇപ്പോൾ അവസാനം എനിക്ക് കോടതി വിധിച്ചവർക്ക് അതേ എമൗണ്ട് തന്നെ 29,173 രൂപ എനിക്ക് തരാൻ കോടതി വിധിച്ചു. അതിൽ ഇൻക്ലൂഡ് വിത്ത് ഇപ്പോൾ ഇതിൻ്റെ ചെലവും ഈ രണ്ടാമത് ഉപഭോക്തൃ തിരുവനന്തപുരം കോടതിക്ക് പോയ 10,000 രൂപ അടക്കം 29,173 രൂപ എനിക്ക് തരാൻ വിധിച്ച്. ഇന്ന് എനിക്ക് 25,24,95,684 രൂപൻ്റെ ചെക്ക് കിട്ടി. അത് നിങ്ങളെ ഞാൻ സമർപ്പിക്കുന്നു. അതുപോലെ ആദ്യം ബാങ്കിൽ ഡെപ്പോസിറ്റും ചെയ്ത് ഇനി ബാക്കി 4 ലക്ഷത്തി സംതിങ് കിട്ടാനുണ്ട്. അത് 10-ാം തീയതി കേസ് ഉണ്ട്, ഈ 10/3 അതിൽ ഞാൻ അത് അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്തായാലും ഏറെ പ്രതീക്ഷയോടെ ബുക്കിംഗ് ചെയ്ത കാർ വീട്ടിലെത്തിയില്ല. പക്ഷേ കോടതി നീതിപീഠം ഇദ്ദേഹത്തെ പിന്തുണച്ചിരിക്കുകയാണ്. അതിലുള്ള നഷ്ടപരിഹാരം എത്ര വർഷം നീണ്ടു ഈ നിയമ പോരാട്ടം? 9 വർഷം കഴിഞ്ഞു. 9 വർഷം നീണ്ട പോരാട്ടത്തിന് ശേഷം കോടതിയുടെ വിധിയുണ്ടായി. അതിലൂടെ നഷ്ടപരിഹാരം ലഭിച്ചതിൻ്റെ ആശ്വാസത്തിലാണ് ഹംസാക്കുന്നിൽ. നാട്ടുകാരുടെ പതിറ്റാണ്ടുകളായുള്ള സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന സന്തോഷത്തിലാണ് കോഴിക്കോട്ടെ പുതിയ പാലത്തുകാർ. മഴവിൽ വർണ്ണത്തിൽ പുതിയ പാലത്ത് വലിയ പാലം ഒരുങ്ങിക്കഴിഞ്ഞു. കിഫ്ബി ഫണ്ടിൽ പൂർത്തിയാക്കിയ വലിയ പാലം 20-ന് നാട്ടുകാർക്കായി തുറന്നുകൊടുക്കും. പുതിയ പാലമെന്നാണ് പേരെങ്കിലും വർഷങ്ങളായി ഇവിടെ ഒരു പഴയ ഇടുങ്ങിയ പാലമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഗതാഗതക്കുരുക്കിലമർന്ന ജനങ്ങളുടെ ആവശ്യമായിരുന്നു പുതിയ പാലത്ത് ഒരു വലിയ പാലം എന്നുള്ളത്. അതാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. 60 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡുകളുടെയും പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. മൊത്തം 60 കോടിയിലധികം ചെലവ് വന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. പാലം വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവം. എല്ലാവർക്കും സന്തോഷമായി. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. കിഫ്ബി ഫണ്ടിലൂടെ പുതിയ പാലത്തെ വലിയ പാലത്തിനായി സ്ഥലമേറ്റെടുപ്പുൾപ്പെടെ 60 കോടി രൂപയാണ് ചെലവായത്. 16.53 കോടി രൂപ പാലം നിർമ്മാണത്തിനും ചെലവായി. 1942 നിർമ്മിച്ച പടികളുള്ള പാലം തകർന്നപ്പോഴാണ് ഇവിടെ ഇരുചക്ര വാഹനത്തിന് പോകാൻ മാത്രം വീതിയുള്ള ചെറിയ പാലം നിർമ്മിച്ചത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുചക്ര വാഹനം പോയാൽ പോലും കുടുങ്ങുന്ന അവസ്ഥയായിരുന്നു മുൻപുണ്ടായിരുന്നത്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയതിനു പകരം പുതിയ പാലം വേണമെന്ന ആവശ്യമുയർന്നു. 2007 പ്രദീപ് കുമാറിന്റെ നേതൃത്വത്തിൽ പാലത്തിനായി ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കി. കക്ഷി രാഷ്ട്രീയമില്ലാതെ ജനകീയ കൂട്ടായ്മയായി പ്രവർത്തനം തുടർന്നു. കോൺക്രീറ്റ് ഇളകി വീണ് പാലം അപകടാവസ്ഥയിലായപ്പോൾ 2017 പാലത്തിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു. ഇടയ്ക്ക് കാൽനട പോലും വിലക്കി. പിന്നീട് സിമന്റ് വെച്ച് തൽക്കാലം പൊട്ടലുകൾ അടച്ചതോടെയാണ് ഗതാഗതം പുനരാരംഭിച്ചത്. സർക്കാരുകൾ മാറി മാറി വന്നെങ്കിലും പാലത്തിന്റെ മുന്നോട്ടുപോക്ക് പക്ഷേ മെല്ലെയായിരുന്നു. പിന്നീട് അഹമ്മദ് ദേവർകോവിൽ MLA നേതൃത്വത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ടുപോയി. 2016 പാലത്തിന് തുക അനുവദിച്ചു. പിന്നീട് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 60 കോടി രൂപയാക്കി. ഭൂമി ഏറ്റെടുപ്പും നടപടിക്രമങ്ങളുമെല്ലാമായി നീണ്ടു. 2022 ജൂലൈ 3 പാലത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി. കേരള റോഡ് ഫണ്ട് ബോർഡിന്റെ ചുമതലയിൽ PMR കൺസ്ട്രക്ഷൻസാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തിയത്. ഏതാണ്ട് 50 കാലത്തോളമായിട്ട് മുടങ്ങിക്കിടന്ന ഒരു പ്രൊജക്റ്റായിരുന്നു പുതിയ പാലത്തെ വലിയ പാലം. ഞാൻ 5 വർഷം മുമ്പ് വോട്ട് ചോദിച്ച് പുതിയ പാലത്ത് വന്നപ്പോൾ
അവിടുത്തെ ജനങ്ങൾ വളരെ താല്പര്യപൂർവ്വം എന്നോട് ചോദിച്ചൊരു ചോദ്യം, എല്ലാ തിരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥികൾ വരും, ഇവിടെ പുതിയ പാലം യാഥാർത്ഥ്യമാക്കുമെന്ന വാഗ്ദാനം നൽകി തിരിച്ചു പോകാനാണ് പതിവ്. നിങ്ങളോട് ഞങ്ങൾ ഒരു ഉറപ്പ് ചോദിക്കുകയാണ്, ഈ പാലം യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് സാധിക്കുമോ? ഞങ്ങൾ ഉറപ്പ് അവർക്ക് കൊടുത്തു. എൻ്റെ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് ഈ പാലം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തിരിക്കും എന്ന ഉറപ്പ് അവർക്ക് കൊടുത്തു. ഒരുപാട് പ്രതിസന്ധികൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്, നമുക്കറിയാം. കോവിഡുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാത്ത അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നിരവധി കോടതി വ്യവഹാരങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ തീർത്തു പോകേണ്ട സാഹചര്യങ്ങളുണ്ട്. ചില കുടുംബ പ്രശ്നങ്ങളുണ്ടായിരുന്നു കൂട്ടുസ്വത്ത് ആയിട്ട് ബന്ധപ്പെട്ട്. അതൊക്കെ നിരന്തരമായി ബന്ധപ്പെട്ട് സിറ്റിംഗ് നടത്തി പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകേണ്ട അവസ്ഥകളുണ്ടായിട്ടുണ്ട്. ആ രീതിയിൽ ഒരു പ്രൊജക്റ്റ് യാഥാർത്ഥ്യമാക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് ഒരു നല്ല സമന്വയത്തിൻ്റെ രീതി സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ മാസം 20-ാം തീയതി രാവിലെ 9 മണിക്ക് കേരളത്തിൻ്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി ആ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയാണ്. 60 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പാലത്തിൻ്റെയും അപ്രോച്ച് റോഡുകളുടെയും പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. പാലത്തിന് മാത്രം ഏതാണ്ട് 16 കോടിയാണ് ചിലവ്. മൊത്തം 60 കോടിയിലധികം ചിലവ് വന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുള്ളത്. പുതിയ പാലവും മാങ്കാവും തമ്മിൽ ഒരു വലിയ ഹൃദയബന്ധം സ്ഥാപിക്കാൻ ഈ പാലം തുറക്കുന്നതിലൂടെ സാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ബൈപ്പാസിലൂടെ വരുന്ന വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം മാങ്കാവ് ജംഗ്ഷനിലെത്തിയാൽ ഇനി ഒരു പക്ഷേ നേരെ പോകണോ അല്ലെങ്കിൽ ഇടത്തോട്ട് പോകണോ എന്ന് സംശയിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. കാരണം ബൈപ്പാസിനേക്കാൾ വലിയ വീതി വിസ്താരത്തിലാണ് ഈ പാലവും അപ്രോച്ച് റോഡും വന്നിട്ടുള്ളത്. ആ രീതിയിൽ ജനങ്ങൾ ഏറെ സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു പദ്ധതി തന്നെയാകും ഇത് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. 1/4 നൂറ്റാണ്ടിലേറെയായുള്ള സ്വപ്നമാണ് യാഥാർത്ഥ്യമായത് എന്നത് നാട്ടുകാർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. 62 മുതൽ ഇങ്ങനെ കേൾക്കണതാണ്, വരും നാളെ വരും. ഇപ്പോൾ വന്ന് സന്തോഷമില്ലാതിരിക്കുമോ? കാരണം ബിംസിലേക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുമല്ലോ ഇവിടുന്ന്, അല്ലെങ്കിൽ ചുറ്റി വളഞ്ഞു പോകണ്ടേ. ജനങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. പാലം വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മളൊക്കെ കച്ചവടമൊക്കെ വളരെ മോശമായിരുന്നു. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നല്ലൊരു രീതിയിലേക്ക് ഉയരും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. ഒരുപാട് മാറ്റം വരുമല്ലോ ഇത് വന്നു കഴിഞ്ഞാൽ. ഞങ്ങളൊക്കെ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ഒരു സംഭവം. എനിക്കിവിടെ കച്ചവടം ഉണ്ടായിരുന്നു, അതൊക്കെ ഇത് വന്നതിന് ശേഷം പോയതാണ്. എന്നാൽ പോലും കുറച്ച് സ്ഥലം ഞങ്ങൾക്ക് ബാക്കിയുണ്ട്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരുപാട് കാലത്തെ ചിരകാല അഭിലാഷമാണ്. കുറേ ആൾക്കാർ കാണാണ്ട് പോയി പറഞ്ഞല്ലേ അല്ലേ. നല്ലതായി, എല്ലാവർക്കും സന്തോഷമായി. കുറേ കാലമായിട്ട് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ 80 വയസ്സായി. 9 വയസ്സാകുമ്പോൾ അമ്മ പുതിയാലം വന്നതായിരുന്നു. പക്ഷെ അമ്മയ്ക്ക് വളരെ സന്തോഷമുണ്ട്. നോക്കി കിടന്നാൽ ഞങ്ങളിതിൻ്റെ വർക്കർമാരാണ്, ലൈറ്റിൻ്റെ വർക്കർമാരാണ്. അതിൻ്റെ പണി ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഫിനിഷിംഗ് പോയിന്റിലെത്തി. സന്തോഷമല്ലേ എല്ലാ കാര്യത്തിലും. ഞങ്ങളൊക്കെ ഏറെ കാലത്തിലിടയ്ക്കുള്ളൊരു ആഗ്രഹമാണ് അത്. ഇപ്പം ഇങ്ങനെ നടന്നു പോയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം കുറേയായി ഞങ്ങളൊക്കെ ഇങ്ങനെ ഒരു ദുരിതം അനുഭവിക്കുന്നു ഇവിടുത്തെ. അപ്പോൾ പെട്ടെന്ന് വന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. പ്രദേശത്ത് ഒരു വികസനം നടക്കുമ്പോൾ ഒരു സന്തോഷമേ ഉള്ളൂ. കനോലി കനാലിന് കുറുകെ ആർച്ച് രൂപത്തിലാണ് പാലം. ഇതിനോട് ചേർന്ന് റോഡുമുണ്ട്. 11 മീറ്റർ വീതിയാണ് പാലത്തിനുള്ളത്. പാലം തുറന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അടിഭാഗത്തുള്ള സ്ഥലത്ത് പാർക്കോ ജിമ്മോ ഒക്കെ നിർമ്മിക്കുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്. കിഫ്ബിയിലൂടെ വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നാട്ടിൽ നടന്നു വരുന്നത്. കിഫ്ബി ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ന പഴയ കാലത്തേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ മാത്രമാണ് നമുക്ക് കിഫ്ബിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധ്യമാവുക. നമുക്കറിയാം, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കച്ചവട സ്ഥാപനമല്ല. പക്ഷെ പഴയ കാലത്ത് നമ്മളൊക്കെ പഠിച്ച സ്കൂളുകൾ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയും കയ്യും കാലും പൊട്ടിയ ബെഞ്ചും ഡെസ്കുമുള്ള സ്കൂളുകളും നമ്മുടെയൊക്കെ മനോനുകരത്തിലുണ്ട്. ആ സാഹചര്യം മാറ്റി അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ബിൽഡിംഗ് ക്ലാസ് മുറികളുമാക്കി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിച്ചത് കിഫ്ബി ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര നിലവാരമുള്ള ലാബുകൾ സജ്ജമാക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. പശ്ചാത്തല വികസന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്താൻ സാധാരണഗതിയിൽ നമുക്ക് പ്ലാൻ ഫണ്ട് മാത്രം മതിയാകില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് കിഫ്ബി ഫണ്ടിന് അനിവാര്യത ബോധ്യപ്പെടുകയും ആ ഫണ്ട് വ്യാപകമായി ഉപയോഗപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങൾ സംസ്ഥാനത്തുടനീളം നടന്നു വരികയും ചെയ്തു. നിരവധി പാലങ്ങൾ, റോഡുകൾ, നമുക്കറിയാം നാഷണൽ ഹൈവേ, മലയോര ഹൈവേ, അതുപോലെ തീരദേശ ഹൈവേ, എണ്ണിയാലൊതുങ്ങാത്ത പദ്ധതികളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ സരോവരം ബയോ പാർക്ക്. അവിടെയും ഒരു വലിയ പദ്ധതിക്ക് ഗവൺമെൻറ് ഫണ്ട് നീക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട്.
കോഴിക്കോടിൻ്റെ മുഖച്ഛായ മാറ്റുന്ന ഒരു പദ്ധതിയായി ഇത് മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ രീതിയിൽ കിഫ്ബി ഇല്ലാത്ത ഒരു കാലഘട്ടത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നാൽ കേന്ദ്ര ഗവൺമെൻറ് ഈ കിഫ്ബി എന്ന് പറയുന്ന പദ്ധതിയെ കൂടി കേരളത്തിൻ്റെ കടബാധ്യതയിൽ ഉൾപ്പെടുത്തി ഗവൺമെൻറ്റിനെ ഞെക്കിഞ്ഞിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന വസ്തുതയും നമുക്ക് വിസ്മരിച്ചുകൂടാ. എന്നാൽ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളെയും തനത് വരുമാനം ഉണ്ടാക്കിയെടുത്തുകൊണ്ട് നേരിട്ട് മുന്നോട്ട് പോകാൻ ഈ ഗവൺമെൻറ് സാധിച്ചു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേട്ടമായി നമ്മൾ നോക്കിക്കാണേണ്ടത്. തളി പുതിയ പാലം റോഡിനെയും ഗോവിന്ദപുരം കല്ലിട്ടനട റോഡിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം. കല്ലുത്താൻ കടവ് റോഡിലേക്ക് പാലം ചേരുന്ന ഭാഗത്തെ വീതിക്കുറവ് ഉടൻ പരിഹരിക്കും. ഇറങ്ങുന്ന ഭാഗത്തെ റോഡ് ഉയർത്തിയിട്ടുണ്ട്. കല്ലുത്താൻ കടവ് റോഡിന്റെ നവീകരണത്തിനുള്ള പദ്ധതിയും വരുന്നുണ്ട്. തളി മുതൽ വളയനാട് വരെയുള്ള റോഡ് വികസനമാണ് നേരത്തെ പദ്ധതിയിലുണ്ടായിരുന്നത്. ടെമ്പിൾ റോഡെന്നായിരുന്നു പേര്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് അതൊഴിവായി. പകരം പുതിയ പാലം പ്രൊജക്ട് നടപ്പിലാവുകയായിരുന്നു. ബൈപ്പാസിൽ നിന്ന് പുതിയ പാലത്തേക്ക് എത്തുന്നതിന് തൊട്ടുമുൻപുള്ള ചെറു റോഡുകളായ വാട്ടർ ടാങ്ക് റോഡ്, ഈശ്വരമംഗലം റോഡ് എന്നിവയുടെ പണി ആരംഭിച്ചിട്ടുണ്ട്. പോക്കറ്റ് റോഡുകളുടെ പണി വേഗത്തിലാകുന്നതോടുകൂടെ ഗതാഗത കുരുക്കിനു കൂടെ വലിയ പരിഹാരമാകും. ഒരു നാടിൻ്റെ സ്വപ്നമാണിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. അതിനായി നാടൊന്നിച്ചു നിൽക്കുകയായിരുന്നു. ഒരുപാട് കാലത്തെ കാത്തിരിപ്പ് സഫലമായി. പാലവും ഇരുവശങ്ങളിലുമുള്ള അപ്രോച്ച് റോഡുകളുമാണിപ്പോൾ പൂർത്തിയായത്. ഇനി പാളയം റെയിൽവേ സ്റ്റേഷൻ, തളി, കല്ലായി ഭാഗങ്ങളിലേക്കുള്ള ഗതാഗതം എന്നിവയെല്ലാം എളുപ്പമാവും. നഗരത്തിലെ തിരക്കും കുറയും. കിഫ്ബി ഫണ്ടിലൂടെ പുതിയ പാലത്തെ വലിയ പാലമെന്ന സ്വപ്ന സാക്ഷാത്കാരം ഈ മാസം 20 രാവിലെ മന്ത്രി PM മുഹമ്മദ് റിയാസ് നാട്ടുകാർക്കായി തുറന്നുകൊടുക്കും. അമൃത ന്യൂസ്, കോഴിക്കോട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ തട്ടിപ്പിനെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് നടൻ ജയറാമിൻ്റെ മൊഴി. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി നല്ല ബന്ധത്തിലായിരുന്നു. ശബരിമലയിൽ നിന്നാണ് ബന്ധം തുടങ്ങിയതെന്നും പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുകൾ ഇല്ല എന്നും ശബരിമലയിലെ വിശ്വാസി എന്ന നിലയ്ക്കാണ് ചടങ്ങുകളിൽ പങ്കെടുത്തതെന്നും മൊഴിയിൽ പറയുന്നു. ഇന്നലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ജയറാം EDക്ക് മുമ്പിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായത്. മൊഴി പരിശോധിച്ച ശേഷം ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിച്ചേക്കും. പ്രശാന്ത് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, സൗഹൃദമല്ല വിഷയം, സാമ്പത്തിക ഇടപാടുകളാണ് ED അന്വേഷിക്കുന്നത്. ഇതുവരെ എടുത്ത മൊഴിയിൽ അന്വേഷണ സംഘം സംതൃപ്തരാണോ? രാജേഷ്, ഗുഡ് മോർണിംഗ്. ഈ കാര്യത്തിൽ ED ജയറാം പറഞ്ഞ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ചു വരികയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ജയറാം പറഞ്ഞ കാര്യങ്ങൾ മാത്രമല്ല, ഇതിനു മുൻപ് നടന്ന സാഹചര്യങ്ങളും ജയറാം നൽകിയ ചില ചിത്രങ്ങൾ, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി വീട്ടിലെത്തിയതും അതോടൊപ്പം തന്നെ അവിടെ പൂജകളും മറ്റും നടത്തിയതുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള ചിത്രങ്ങൾ EDക്ക് ജയറാം നൽകിയിട്ടുണ്ട്. അതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതോടൊപ്പം തന്നെ SIT നടത്തിയ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടുകൾ കൂടി EDയുടെ കൈവശമുണ്ട്. ഇതെല്ലാം തന്നെ വിശദമായി പരിശോധിച്ച ശേഷം മാത്രമായിരിക്കും ഇനി വിളിച്ചു വരുത്തണമോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നിർണായക തീരുമാനത്തിലേക്ക് ED എത്തുകയുള്ളൂ. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി യാതൊരു തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളും ഉണ്ടായിട്ടില്ല, അത് ഉണ്ടായിരുന്നില്ല, അത്തരമൊരു നീക്കം പോലും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ജയറാം മൊഴി നൽകിയിട്ടുള്ളത്. ശബരിമലയിൽ വെച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുന്നത്. അവിടെ തുടങ്ങിയ ബന്ധമാണ്, വർഷങ്ങളായുള്ള പരിചയമുണ്ട്. മറ്റൊരു തരത്തിലുള്ള ഇടപാടുകൾ പറയില്ല. ഏതെങ്കിലും തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതായോ അത്തരം കാര്യങ്ങളൊന്നും തന്നെ തനിക്ക് അറിവുണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് ജയറാം മൊഴി നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഇതിന്റെ പിന്നിൽ ആരാണ്, അത് അവരെല്ലാം തന്നെ കണ്ടെത്തണം. അതിന് ഏത് തരത്തിലുള്ള സഹായം ചെയ്യാനും താൻ തയ്യാറാണ് എന്നുള്ളത് EDയെ ജയറാം അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധം, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ഇടപാടുകളെല്ലാം തന്നെ വിശ്വാസി എന്ന നിലയിൽ മാത്രമാണെന്ന് ജയറാം അറിയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഈ മൊഴികളെല്ലാം തന്നെ വിശദമായി ED പരിശോധിക്കും. തുടർ നടപടികൾ വേണമോ എന്ന കാര്യത്തിൽ തന്നെ, അതായത് ജയറാമിന്റെ കാര്യത്തിലുള്ള തുടർ നടപടികൾ വേണമോ എന്നുള്ളത് പിന്നീടായിരിക്കും തീരുമാനിക്കുക. അതേസമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ള ആളുകളെ വൈകാതെ വിളിച്ചു വരുത്തും. കാരണം SITക്ക് മുന്നിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഹാജരാകാനുണ്ട്. ആ ദിവസങ്ങൾ നോക്കി മറ്റു ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിളിച്ചു വരുത്താനുള്ള നീക്കമാണ് ED ആരംഭിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ നേരത്തെ 12 പേർക്കാണ് ED നോട്ടീസ് നൽകിയത്. അതിൽ തന്നെ ഈ നേരിട്ട് കേസുമായി ബന്ധമുള്ളവരുണ്ട്, ഇടനിലക്കാരായി നിന്ന ആളുകളുണ്ട്, അതോടൊപ്പം തന്നെ പല ഘട്ടങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളുണ്ട്. അവരും തന്നെ ഈ കേസിൽ ഒരു ഘട്ടത്തിലും പ്രതിയായിട്ടുള്ള ആളുകളല്ല. പക്ഷേ എങ്കിൽ പോലും അവരെയൊക്കെ വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളിൽ കൃത്യമായ ഒരു വ്യക്തത വരുത്തുക എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ ഉദ്ദേശിക്കുന്നത്. ഏതായാലും ജയറാമിന്റെ കാര്യത്തിൽ ജയറാം കൃത്യമായി തന്നെ നേരത്തെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ EDക്ക് നൽകിയിട്ടുള്ളത്. ആ കാര്യങ്ങൾ കൃത്യമായി തന്നെ ED പരിശോധിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കുന്നത്. രാജേഷ്, KK പ്രശാന്താണ് വിശദാംശങ്ങൾ നൽകിയത്. നവകേരള സർവേ റദ്ദാക്കിയ ഹൈക്കോടതി ഉത്തരവിനെതിരെ സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാൻ നിയമോപദേശം തേടി സർക്കാർ. അഡ്വക്കേറ്റ് ജനറലിനോടാണ് തുടർ നിയമവശം പരിശോധിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയത്. സർവേ പൂർണ്ണമായും റദ്ദാക്കി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്.
നയപരമായ സർക്കാർ തീരുമാനത്തിൽ കോടതി ഇടപെടുന്നതായി ചൂണ്ടിക്കാട്ടിയായിരിക്കും അപ്പീലിന് പോകുക. അതേസമയം അപ്പീലിലും തിരിച്ചടി ഉണ്ടാകുമോ എന്ന കാര്യം പരിശോധിക്കും. പ്രതിസന്ധികളിൽപ്പെട്ട് പലരും പൊടുന്നനെ തളർന്ന് ജീവിതം പോലും വേണ്ടെന്ന് വയ്ക്കുന്ന സംഭവങ്ങൾക്കിടയിൽ അതിജീവനത്തിൻ്റെ പാതയിൽ 6 പേർ. വീൽചെയറിൽ ജീവിതം മുന്നോട്ട് നയിക്കുന്ന 6 പേർ ചേർന്ന് നടത്തുന്ന ഒരു കഫേയുടെ പ്രചോദനാത്മക കഥയാണ് കോതമംഗലത്തെ കഫേ വിങ്സ് എന്ന ഭക്ഷണശാലയ്ക്ക് പറയാനുള്ളത്. പ്രതിസന്ധികളെ, ശാരീരിക വെല്ലുവിളികളെ അതിജീവിച്ച് ജീവിതം കൊണ്ടുപോകുന്ന 6 പേർ. അവരുടെ സംരംഭമാണ് കോതമംഗലം തങ്കളം ബൈപ്പാസ് റോഡിലെ ഏതൻ തോട്ടം അങ്കണത്തിൽ പ്രവർത്തിക്കുന്ന കഫേ വിങ്സ് എന്ന ഭക്ഷണശാല. ഡോക്ടർ കോരയുടെ നേതൃത്വത്തിൽ എൽദോസ്, ബോസ്, ബേസിൽ, അജേഷ്, സജീവൻ എന്നിവരാണ് കഫേ വിങ്സിൻ്റെ സാരഥികൾ. ഇവർ എല്ലാവരും വീൽചെയറിൽ ജീവിതം മുന്നോട്ട് നീക്കുന്നവരാണ്. തളരരുത് എന്ന തീരുമാനം ചങ്കുറപ്പോടെ എടുത്തവരാണ്. ഈ കോഫി ഹൗസിലെ ചെയ്യാൻ കഴിയുന്ന ജോലികൾ സ്വയം ഏറ്റെടുത്ത് നടത്തി വരികയാണിവർ. ഏതാനും ജീവനക്കാരും ഇവരോടൊപ്പമുണ്ട്. വീൽചെയറിൽ ഇരിക്കുന്ന നമ്മുടെ പുറത്തിറങ്ങാൻ കഴിയാതിരിക്കുന്ന പലർക്കും ഒരു പ്രചോദനമാകുന്ന രീതിയിലുള്ളൊരു സംരംഭം നമുക്കിവിടെ തുടങ്ങാൻ കുറേ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അത് തുടങ്ങാൻ കഴിഞ്ഞു. നല്ല രീതിയിലുള്ള റെസ്പോൺസ് എല്ലാവരിൽ നിന്നും കിട്ടുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് അങ്ങനെയുള്ള പല മാധ്യമങ്ങളിലൂടെ നമുക്ക് ഒരു ഹൈപ്പ് കിട്ടി. അതനുസരിച്ച് നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. സാധാരണ കടകളിൽ എന്ന പോലെ സ്നാക്സ്, ബർഗർ, സാൻഡ്വിച്ച്, ചായ, കാപ്പി, ഷെയ്ക്ക്, ജ്യൂസ് എന്നിവയ്ക്കൊപ്പം സ്പെഷ്യൽ വിഭവങ്ങളും ഭക്ഷണശാലയിലുണ്ട്. പാർക്കിന് സമാനമായ സ്ഥലത്ത് വിശാലമായ ഇരിപ്പിടങ്ങൾ. വൈകുന്നേരങ്ങളിൽ കുടുംബവുമായി എത്താൻ പറ്റിയ അന്തരീക്ഷമാണ് ഇവിടുത്തെ പ്രത്യേകത. കൂടാതെ ചപ്പാത്തി, ചിക്കൻ കറി, പൊറോട്ട, മീൻകറി, പിടി, പാൽപ്പുട്ട്, കപ്പ, ബിരിയാണി എന്നിവയടക്കം നിറയെ വിഭവങ്ങൾ. വീൽചെയറിൽ ജീവിതം കുടുങ്ങിയവർക്ക് പ്രചോദനമാകാൻ കൂടിയാണ് ഇത്തരമൊരു സംരംഭം. നമ്മളിത് തുടങ്ങിയത് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ വീൽചെയറിലായിരിക്കുന്നവർക്ക് ഒരു പ്രചോദനം നൽകുവാൻ വേണ്ടിയിട്ടാണ്. നമ്മളിവിടുന്ന് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങി നമ്മൾ കണ്ട് എല്ലാവരും സംസാരിച്ച് നമ്മൾ അതുപോലെ തന്നെ നമ്മൾ വയ്യാത്ത ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ സൗജന്യമായിട്ട് ഭക്ഷണം കൊടുക്കുവാനുള്ള ഒരു ഇത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. വയ്യാത്ത ഈ ഭിന്നശേഷിക്കാരായ ആരും ഇവിടെ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കരുത്. മെയിനായിട്ട് നമ്മുടെ ഇതെല്ലാം നടത്തി തന്നത് നമുക്ക് നമ്മുടെ ഡോക്ടർ ധർമ്മയിലുണ്ടായിരുന്ന കോര എന്ന് പറഞ്ഞ ഡോക്ടറാണ്. എല്ലാവർക്കും ഒരു വരുമാന മാർഗം ഡോക്ടറാണ് നമുക്ക് കണ്ടെത്തി തന്നിരിക്കുന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പ്രാദേശിക കലാകാരന്മാർക്ക് കലാവിരുത് പ്രകടമാക്കാൻ അവസരവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ശാരീരിക പരിമിതികൾ ജീവിതത്തിനോ സ്വപ്നങ്ങൾക്കോ തടസ്സമല്ലെന്ന് ഓർമ്മിപ്പിക്കുന്ന ഈ 6 പേരുടെ ജീവിതം സമൂഹത്തിന് പ്രചോദനമാണ്. അമൃത ന്യൂസ്, കൊച്ചി. 114ാമത് അയിരൂർ ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിൻ്റെ 3ാം ദിനം നടന്ന പരിസ്ഥിതി കാർഷിക സമ്മേളനം ഭാരതീയ പൈതൃകവും പ്രകൃതി സംരക്ഷണവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പകരം ദോഹനം ചെയ്യണമെന്ന ആഹ്വാനവുമായി കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി മഹാരാജ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രകൃതിയെ നാം എങ്ങനെ സമീപിക്കണമെന്നതിനെക്കുറിച്ചുള്ള ഭാരതീയ കാഴ്ചപ്പാടാണ് കൊളത്തൂർ അദ്വൈതാശ്രമം മഠാധിപതി സ്വാമി ചിദാനന്ദപുരി മുന്നോട്ട് വെച്ചത്. പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിന് പകരം ദോഹനം എന്ന കാഴ്ചപ്പാടിലേക്ക് നാം മാറണം. പ്രകൃതി വിഭവങ്ങൾ മനുഷ്യനു വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടതാണെന്ന തെറ്റായ ചിന്തയാണ് ഇന്നത്തെ പരിസ്ഥിതി നാശത്തിന് ആധാരം. 10 പുത്രന്മാർക്ക് തുല്യമാണ് ഒരു മരമെന്ന വേദസൂക്തം ഓരോരുത്തരും ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ വരും തലമുറയ്ക്ക് ഇവിടെ ജീവിക്കാനാകൂ എന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഈ പ്രപഞ്ച വ്യവസ്ഥയെ തിരിച്ചറിഞ്ഞ് താളത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി ജീവിതം നയിക്കുന്നതാണ് ധാർമ്മിക ജീവിതം. അല്ലാതെ ധാർമ്മിക ജീവിതം കുളിക്കണതോ കുറിയിടുന്നതോ അമ്പലത്തിൽ പോണതോ പള്ളിയിൽ പോണതോ ഒന്നുമല്ല. അതൊക്കെ ചെയ്യണം, വേണ്ടെന്ന് പറഞ്ഞില്ല. മനുഷ്യ ജീവിതത്തിൽ അനുഷ്ഠാനങ്ങൾ വേണം, അച്ചടക്കം വേണം, ഉപാസനകൾ വേണം. പക്ഷെ ധാർമ്മിക ജീവിതം എന്ന് പറയുമ്പോൾ അതൊന്നുമല്ല. മറിച്ച് ഈ പ്രപഞ്ച താളത്തെ തിരിച്ചറിഞ്ഞ് അതിനനുസൃതമായി നമ്മുടെ ജീവിതം നയിക്കുന്നതാണ് ധാർമ്മിക ജീവിതം. മലയാളികൾ കൃഷിയിൽ നിന്നകന്നതോടെ ഇവിടെ നക്ഷത്ര ആശുപത്രികളുടെ വ്യവസായം വളർന്നുവെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച വാഴൂർ തീർത്ഥപാദാശ്രമം മഠാധിപതി സ്വാമി ഗരുഡധ്വജാനന്ദ തീർത്ഥപാദർ പറഞ്ഞു. ഒരു നാടൻ പശുവിനെ വീട്ടിൽ വളർത്താനും തേങ്ങയാട്ടി വെളിച്ചെണ്ണ ഉപയോഗിക്കാനും മലയാളികൾ ശ്രദ്ധിക്കണമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു.
ഭക്ഷ്യസുരക്ഷയിൽ കിഴങ്ങുവിളകളുടെ പ്രാധാന്യത്തെക്കുറിച്ച് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ഡോക്ടർ ജി ബൈജു സംസാരിച്ചു. പ്രമേഹ രോഗികൾക്ക് ഭയമില്ലാതെ കഴിക്കാവുന്ന ഡയബറ്റിക് ഫ്രണ്ട്ലി കപ്പ ഇനത്തെക്കുറിച്ചുള്ള ഗവേഷണങ്ങൾ അവസാന ഘട്ടത്തിലാണെന്ന ശുഭവാർത്തയും അദ്ദേഹം പങ്കുവച്ചു. ദേശീയ അവാർഡ് ജേതാവ് ഭുവനേശ്വരി, അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ ബി രാഹുൽ, സഞ്ചാര സാഹിത്യകാരൻ ശിവകുമാർ മേനോൻ എന്നിവരും പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തെ വിശദീകരിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി 20,000 ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനവും നടന്നു. അമൃത ന്യൂസ്, പത്തനംതിട്ട. വിപണി വിലയിരുത്തലുമായി ധനകാര്യ ഓഹരി വിദഗ്ധൻ കെ ദിലീപ് ചേരുന്നു. ദിലീപ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിപണി സജീവമായിരുന്നു. ഇന്നലെ പക്ഷേ ഉച്ച കഴിഞ്ഞ ശേഷം അല്പം താഴ്ചയുണ്ടായി. എങ്ങനെയാണ് ഇന്നത്തെ ദിവസവും വരും ദിവസങ്ങളിലും? ഇന്നും നേട്ടത്തിലായിരിക്കും വ്യാപാരം തുടങ്ങുക. കഴിഞ്ഞ 2 ദിവസവുമായി വിപണി നേട്ടത്തിലാണ്. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളും കഴിഞ്ഞ ദിവസം വിപണിയിൽ അറ്റ നിക്ഷേപത്തിലായിരുന്നു. 2 ദിവസമായി വിൽപ്പനയിലായിരുന്ന അവർ ഇന്നലെ ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് നടത്തിയത്. ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങളും വിപണിയിൽ അറ്റ നിക്ഷേപത്തിൽ തന്നെയായിരുന്നു. ആഗോള സാഹചര്യങ്ങൾ ഇപ്പോൾ അത്ര തൃപ്തികരമല്ല. പ്രത്യേകിച്ചും IT മേഖലയിൽ ഉണ്ടായിട്ടുള്ള സമ്മർദ്ദം തുടരുക തന്നെയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആഭ്യന്തര ഘടകങ്ങൾ മികച്ചതായി തുടരുമ്പോൾ പോലും വിപണിയിൽ ഒരു നിക്ഷേപ താല്പര്യം തുടരാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം ആഗോള ഘടകങ്ങൾ അത്ര തൃപ്തികരമല്ല എന്നതുകൊണ്ട് തന്നെയാണ്. IT മേഖലയിൽ ഒരു സമ്മർദ്ദമാണ് കഴിഞ്ഞ ദിവസങ്ങളിലെ വിപണിയിലെ വിൽപ്പനയ്ക്ക് സമ്മർദ്ദത്തിന് പ്രധാനപ്പെട്ട ഒരു കാരണം. ഇന്നലെ നേരിയ തോതിൽ കഴിഞ്ഞ 2 ദിവസമായി IT-യിൽ ഒരു തിരിച്ചുവരവ് കാണുന്നുണ്ടെങ്കിൽ കൂടിയും വലിയൊരു വീഴ്ചയിൽ നിന്നും ഇനിയും കരകയറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലും ആഗോള സാഹചര്യങ്ങളും IT മേഖലയിൽ ഉണ്ടാകുന്ന നീക്കങ്ങളുമെല്ലാം നമ്മുടെ വിപണിയിലെ മൊത്തത്തിൽ ബാധിക്കാനുള്ള ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിലെ പ്രമുഖ ധനകാര്യ സ്ഥാപനമായ UGS ഗോൾഡ് ലോണിൻ്റെ പുതിയ ശാഖ ഇന്നു മുതൽ മലപ്പുറം കോട്ടപ്പടിയിൽ പ്രവർത്തനം ആരംഭിക്കും. രാവിലെ 11 മണിക്ക് പ്രശസ്ത ചലച്ചിത്ര താരം ധ്യാൻ ശ്രീനിവാസനാണ് പുതിയ ശാഖയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടനത്തിനോടനുബന്ധിച്ച് ആകർഷകമായ സമ്മാനങ്ങളും വായ്പാ പദ്ധതികളുമാണ് സ്ഥാപനം ഒരുക്കിയിരിക്കുന്നത്. ഉദ്ഘാടന ദിനം ബ്രാഞ്ച് സന്ദർശിക്കുന്നവർക്കും ഡെപ്പോസിറ്റ് നടത്തുന്നവർക്കും നറുക്കെടുപ്പിലൂടെ 3 ഐഫോണുകൾ സമ്മാനമായി നൽകുമെന്നും MD അജിത് പാലാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6ാമത്തെ ബ്രാഞ്ച് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ കോട്ടപ്പടിയിൽ ഉദ്ഘാടനം ചെയ്യുകയാണ്. നാളെ പ്രശസ്ത സിനിമാ താരം ധ്യാൻ ശ്രീനിവാസനാണ് ബ്രാഞ്ചിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഈ സമയത്ത് മലപ്പുറം MLA ശ്രീ ഉബൈദുള്ള അവർകളാണ് സ്ട്രോങ് റൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അതോടൊപ്പം KTDC ചെയർമാൻ ശ്രീ PK ശശിയാണ് ക്യാഷ് കൗണ്ടറിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അഡ്വക്കേറ്റ് റിനിഷ, അതോടൊപ്പം ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാമൂഹ്യ വ്യാപാര മേഖലയിലെ ആളുകളെല്ലാവരും ആശംസ അർപ്പിക്കാൻ എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരെയും ഈ ഉദ്ഘാടന വേളയിലേക്ക് ഞങ്ങൾ ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. ഗവേഷണം, നൂതനാശയങ്ങൾ, അക്കാദമിക് നേതൃത്വം എന്നീ മേഖലകളിൽ 2 പതിറ്റാണ്ടിൻ്റെ മികവുമായി കൊച്ചി അമൃത സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്യുലാർ മെഡിസിൻ. കൊച്ചി അമൃത മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ നടന്ന 20ാം വാർഷിക ആഘോഷ പരിപാടിയിൽ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് സീനിയർ ഡയറക്ടർ ഡോക്ടർ രഞ്ജിത്ത് കൃഷ്ണപ്പൈ മുഖ്യാതിഥിയായി. പരിപാടിയുടെ ഭാഗമായി വ്യവസായ അക്കാദമിക് സഹകരണത്തിനായി 4 ധാരണാപത്രങ്ങളും ഒപ്പിട്ടു. കേരള മെഡിക്കൽ ടെക്നോളജി കൺസോർഷ്യം സ്പെഷ്യൽ ഓഫീസർ C പത്മകുമാർ, അമൃത സർവകലാശാല അസോസിയേറ്റ് പ്രൊവോസ്റ്റ് പ്രൊഫസർ ശാന്തികുമാർ V നായർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ധാരണാപത്രം ഒപ്പിട്ടത്. അമൃത ഹബിൻ്റെ ഉദ്ഘാടനവും നടന്നു. പുതിയ സ്റ്റാർട്ടപ്പ് ആശയങ്ങൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശവും സാമ്പത്തിക സഹായവും നൽകി അവയെ വിപണിയിൽ എത്തിക്കുക എന്നതാണ് ഈ ഹബിൻ്റെ ലക്ഷ്യം. ചടങ്ങിൽ ജിയോൺ ഇംപ്ലാന്റ്സ് മാനേജിംഗ് ഡയറക്ടർ ജയശങ്കർ TC, കൊളോജിനീസ് ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ കൃഷ്ണകുമാർ രാമചന്ദ്രൻ, മിനി മൈൻഡ്സ് ക്ലീൻ ടെക് സൊല്യൂഷൻസ് CEO അനുപം കുമാർ, മദ്രാസ് IIT അസിസ്റ്റന്റ് പ്രൊഫസറും അമൃത സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്യുലാർ മെഡിസിൻ പൂർവ്വ വിദ്യാർത്ഥിയുമായ ഡോക്ടർ ഗ്രീഷ്മ ത്രിവിക്രമൻ തുടങ്ങിയവരും പങ്കെടുത്തു. ടോക്ക് വിത്ത് മിനിസ്റ്റർ കുട്ടികളോട് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി. കണ്ണൂരിൽ തദ്ദേശ ദിനാഘോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളോട് സംവദിച്ചത്. അടുത്ത അധ്യയന വർഷം മുതൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൃഷി, കലാ, ശാസ്ത്ര ഗവേഷണം തുടങ്ങിയവയ്ക്ക് പ്രത്യേക പരിഗണന നൽകുമെന്ന് മന്ത്രി പറഞ്ഞു. തളിപ്പറമ്പ് മണ്ഡലത്തിൽ ഒരുക്കിയ ഹാപ്പിനെസ് ഫെസ്റ്റിവലിലാണ് വിദ്യാഭ്യാസ മന്ത്രി കുട്ടികളോട് സംവദിച്ചത്. അനുദിനം മാറുന്ന കാലത്ത് പുസ്തകങ്ങൾ എല്ലാ വർഷവും നവീകരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യും. കുട്ടികൾ എഴുതുന്ന പുസ്തകങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. ഞങ്ങളെപ്പോലുള്ള സർഗാത്മകത നിറഞ്ഞ കുട്ടികളുടെ
പുസ്തകങ്ങൾ പൊതു ഇടങ്ങളിൽ, സ്കൂൾ തലത്തിൽ മാത്രമല്ല പൊതു ഇടങ്ങളിലേക്കും പ്രസിദ്ധീകരിക്കാൻ സാധിക്കുമോ? പുസ്തകം എഴുതുന്ന ഒരു കമ്മിറ്റിയുടെ മുന്നിൽ ആ പുസ്തകം പരിശോധിച്ച ശേഷം തിരഞ്ഞെടുക്കപ്പെടുന്ന പുസ്തകങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് തന്നെ പ്രിൻ്റ് ചെയ്ത് ഞങ്ങളുടെ ചിലവിൽ അത് പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും. എന്ന് മാത്രമല്ല നിങ്ങൾ കുട്ടികൾ എഴുതുന്ന പുസ്തകം കേരളത്തിലെ എല്ലാ സ്കൂൾ ലൈബ്രറികളിലും വാങ്ങുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശവും കൂടി കൊടുക്കുന്നതാണ്. സ്പോർട്സ് സ്കൂൾ മാതൃകയിൽ കലാസ്കൂളുകൾ സ്ഥാപിക്കും. കൃഷി നന്നായി ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് ഉറപ്പു നൽകും. കുട്ടികളുടെ ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്ക് പേറ്റന്റ് ലഭ്യമാക്കും. മൊബൈൽ ഫോൺ ഉപയോഗം കുറയ്ക്കുന്നതിനും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും മാനസികാരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും കൗൺസിലിംഗ് നിർബന്ധിതമാക്കും. തളിപ്പറമ്പ് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതികളെക്കുറിച്ച് MV ഗോവിന്ദൻ മാസ്റ്റർ MLA വിശദീകരിച്ചു. ഹാപ്പിനെസ് ഫെസ്റ്റിവലിൽ സംവാദം, സെമിനാറുകൾ, ഫുഡ് ഫെസ്റ്റ് തുടങ്ങി നിരവധി പരിപാടികളാണ് സംഘാടകർ ഒരുക്കിയിരിക്കുന്നത്. അമൃത ന്യൂസ്, കണ്ണൂർ. ഇടത് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിൽ LDFന്റെ വികസന സന്ദേശയാത്രയ്ക്ക് തുടക്കമായി. മന്ത്രിയും ഏറ്റുമാനൂർ MLAയുമായ VN വാസവൻ നയിക്കുന്ന ജാഥ മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. UDF ഉപേക്ഷിച്ച പദ്ധതികൾക്ക് ജീവൻ വെച്ചത് ഇടത് സർക്കാരിന്റെ കാലത്താണെന്ന് P പ്രസാദ് പറഞ്ഞു. T20 ലോകകപ്പിലെ സൂപ്പർ 8 പോരാട്ടങ്ങളിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഞായറാഴ്ച അഹമ്മദാബാദിലാണ് മത്സരം. ഫെബ്രുവരി 26-ന് ചെന്നൈയിൽ നടക്കുന്ന മത്സരത്തിൽ സിംബാബ്വേയും മാർച്ച് 1-ന് കൊൽക്കത്തയിൽ നടക്കുന്ന മത്സരത്തിൽ വെസ്റ്റ് ഇൻഡീസിനെയും നേരിടും. സൂപ്പർ 8-ൽ 1-ാം ഗ്രൂപ്പിലാണ് ഇന്ത്യ. സിംബാബ്വെ, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് എന്നിവരാണ് ഇന്ത്യക്കൊപ്പം 1-ാം ഗ്രൂപ്പിലുള്ളത്. ഗ്രൂപ്പ് എയിൽ നിന്നും കളിച്ച 3 കളികളും ജയിച്ചാണ് ഇന്ത്യ സൂപ്പർ 8-ലെത്തിയിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം പദ്ധതി അടുത്ത വർഷത്തോടെ ലക്ഷ്യത്തിലെത്തുമെന്ന് കായിക മന്ത്രി V അബ്ദുറഹ്മാൻ. അറവുകാട് സ്കൂൾ പൂർത്തിയാക്കുന്ന സ്റ്റേഡിയത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാനത്ത് സ്വന്തമായി കളിക്കളമില്ലാത്ത 465 പഞ്ചായത്തുകളിൽ 160 എണ്ണത്തിൽ കളിക്കളം പൂർത്തിയാക്കി. ബാക്കിയുള്ളവയ്ക്കായി ഈ ബജറ്റിൽ തുക വകയിരുത്തി 14-ാം പഞ്ചവത്സര പദ്ധതിയിൽ പഞ്ചായത്ത് വിഹിതത്തിൻ്റെ 20% കായിക മേഖലയ്ക്കായി മാറ്റിവെക്കാൻ ഉത്തരവിറക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.